ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് എല്ലാം കൃത്യമായിട്ട് മാത്രം ചെയ്യുന്നവരൊന്നുമല്ല. ഒരുപാട് കള്ളത്തരങ്ങൾ, കൃത്രിമങ്ങൾ, അത് ഇതൊക്കെ ചെയ്തിട്ടാണ് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൃത്രിമം എന്ന് പറയുമ്പോൾ വോട്ടർ പട്ടികയിലെ കൃത്രിമമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വാഗ്ദാനങ്ങളുണ്ട്, ആളും തരവും നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറയുക, ചിലത് പറയാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്സ്. അത് ദൂരെ നിന്ന് നമ്മൾ എറണാകുളത്ത് നിന്ന് പാലക്കാട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇത് മാറുന്നുണ്ട്. വായിച്ച് നോക്കിക്കോ, ഓരോ സ്ഥാനാർത്ഥിയും ആ ലൊക്കാലിറ്റി നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ സ്ഥലത്തും എല്ലാ പോയിൻറ്റും പറയില്ല. നമ്പർ 2, ഇത്തവണ മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റായി പോകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു, അയാൾക്ക് കണ്ണുമടച്ച് വോട്ട് ചെയ്തു. ഇത്തവണ മുസ്ലിം സ്ഥാനാർത്ഥിയില്ല. സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ പിന്നെ ചെയ്യുന്നത് BJPയെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ളത് ആര് എന്ന് നോക്കിയിട്ട് അയാൾക്ക് വോട്ട് ചെയ്യുകയാണ്. ഇത്തവണ BJPയെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ളത് ആര് എന്ന് ചോദിച്ചാൽ 2 പേർക്കുമുണ്ട്. സരിനുമുണ്ട്, ഇയാൾക്കുമുണ്ട്, മാങ്കൂട്ടത്തിനുമുണ്ട്. അപ്പോൾ അത് സ്പ്ലിറ്റായി പോകും. അത് സ്പ്ലിറ്റായി പോകും എന്ന് സംശയമുള്ളത് കൊണ്ടാണ് VD സതീശൻ ഇവരെ പോയി കണ്ടത്, SDPI പോയി കണ്ടത്. കണ്ടിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നു. കണ്ടപ്പോൾ SDPI പിന്തുണച്ചുകൊണ്ട് UDFനെ പിന്തുണച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ബട്ട് സ്റ്റിൽ മുസ്ലിം വോട്ടിൽ ഒരു ഡിവിഷൻ ഉണ്ടാകും. കാരണം അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഇതിലിപ്പോൾ ഞാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണോ അതോ CPMന് വോട്ട് ചെയ്യണോ? അവിടെ ഈ ആരെങ്കിലും സരിൻ കാലുമാറി വന്നാൽ ഈ ഫാക്ടറൊന്നും അവിടെ വരില്ല. ഒരേ ഒരു തീരുമാനമാണ് BJPയെ തോൽപ്പിക്കാൻ എന്ത് ചെയ്യണം. ആദ്യം തീരുമാനത്തിൻ്റെ കൺഫ്യൂഷനിൽ മുസ്ലിം വോട്ട് സ്പ്ലിറ്റാകും. എഗെയിൻ അത് കൃഷ്ണകുമാറിന് അനുകൂലമാകും സാഹചര്യം.